CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്ത സൈനിങ്ങിനെ കുറിച്ചും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള കൂടുതൽ അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഈ ഒരു വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിലെ അടുത്ത സൈനിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ ഒരു വിന്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു ഫോറിൻ താരത്തെയും 2 ഇന്ത്യൻ താരങ്ങളെയും സ്വന്തമാക്കുമെന്നായിരുന്നു. നിലവിൽ ഇതിൽ വിദേശ താരത്തിന്റെ സൈനിങ് പൂർത്തിയാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി 2 ഇന്ത്യൻ താരങ്ങളെ കൂടി ടീമിലേക്ക് എത്തിക്കാനുണ്ട്. ഏതായാലും ഇതിനെ സംബന്ധിച്ചുകൊണ്ടുള്ള പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായ ലാലുവൻ സുവാര ചാങ്തെ എന്ന താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ മുംബൈ സിറ്റി എഫ്സിയിലെ ഒരു കീ പ്ലെയറായ ചാങ്തെയെ ജസ്റ്റ് ഒരു ലോൺ ഡീലിലൂടെ സ്വന്തമാക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമം. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിൻസ്കിസിന്റെ തന്ത്രങ്ങളൊന്നും നമുക്ക് പ്രവചിക്കാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ ചാങ്തെയെ രാഹുലിന് റീപ്ലേസ് ആയിട്ടായിരിക്കും ടീമിലേക്ക് എത്തിക്കുക. കാരണം ഈ ഒരു സീസണിൽ രാഹുൽ ഫോം ഔട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ട് പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാനും സാധിക്കുന്നതല്ല. നിലവിൽ 26 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു താരം റൈറ്റ് വിങ്ങിൽ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കൂടാതെ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം 2.8 കോടിയോളം രൂപയാണ് നിലവിൽ ചാങ്തെയുടെ മാർക്കറ്റ് വാല്യൂ. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വാർത്ത എന്നത് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡോസിന്റെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂവിൽ ദിമിത്രിയോസിനോട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിടുമോ എന്ന ചോദ്യത്തിന് ദിമി നൽകിയ മറുപടിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ദിമിയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: നിലവിൽ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ വളരെയധികം സന്തോഷവാനാണ്. വളരെ നല്ല ആരാധകരും അവരുടെ പൂർണ്ണ സപ്പോർട്ടും എനിക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഇത് കൂടാതെ ഇന്ത്യയിൽ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് അല്ലാതെ മറ്റൊരു ക്ലബിന് വേണ്ടിയും പന്ത് തട്ടാൻ ആഗ്രഹിക്കുന്നില്ല. നിലവിൽ ഞാൻ എന്റെ ഭാവിയെ കുറിച്ച് പൂർണ്ണമായും തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്നുമാണ് താരം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമോ എന്ന ചോദ്യത്തിന് ദിബി മറുപടിയായി നൽകിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഈ ഒരു 10ാം സീസണിലെ ഗോൾ സ്കോറിംഗ് ടേബിളിലെ 1ാം സ്ഥാനക്കാരനായ ദിമിയുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായുള്ള കോൺട്രാക്ട് ഈ ഒരു സീസണോട് കൂടി അവസാനിക്കും. ഏതായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്ന ദിമിയുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായുള്ള കോൺട്രാക്ട് മാനേജ്മെന്റ് നീട്ടുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം. ഈ ഒരു ഇന്റർവ്യൂവിലൂടെ ദിമിത്രിയോസിന്റെ ഈ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡോസിന് ഇന്ത്യയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയല്ലാതെ മറ്റൊരു ക്ലബിന് വേണ്ടിയും കളിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണക്ക് പരിക്ക് പറ്റിയതിന് മൂലം താരത്തിന് പകരമായി കൊണ്ട് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഫെഡർ സെർണിച്ച് എന്ന താരത്തെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുൻ താരമായ ജോസുവുമായി ചെറിയൊരു ബന്ധമുള്ള താരം കൂടിയാണ് ഫെഡർ സെർണിച്ച് എന്ന ഈ ഒരു താരം. 2015, 16, 17 സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടിയ സ്പാനിഷ് താരം ജോസുവിനെ അങ്ങനെയൊന്നും ആരാധകർക്ക് മറക്കാനാവില്ല എന്ന് എനിക്കറിയാം. കൂടാതെ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകരുമായി മികച്ച ബന്ധമാണ് ജോസു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. 2015 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് വരുന്നതിന് മുൻപായി സ്പാനിഷ് താരമായ ജോസു പന്ത് തട്ടിയിട്ടുണ്ടായിരുന്നത് പോളണ്ടിലെ തന്നെ ഒരു പ്രമുഖ ക്ലബായ ഗോർണിക് ലെസ്നയ്ക്ക് വേണ്ടിയായിരുന്നു. ഈ ഒരു പോളണ്ട് ക്ലബിന് വേണ്ടിയിട്ട് ജോസു കളിച്ച അതേ സീസണിൽ ടീമിലുണ്ടായ താരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ വിദേശ താരമായ ഫെഡർ സെർണിച്ച് എന്ന താരം. ചുരുക്കി പറയുകയാണെങ്കിൽ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത് ടീമിലേക്ക് എത്തിച്ച ഫെഡർ സെർണിച്ച് എന്ന ഈ ഒരു താരവും ജോസുവും സഹതാരങ്ങളാണെന്നർത്ഥം. നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ് കഴിഞ്ഞതിനു പിന്നാലെ ഗോർണിക് ലെസ്ന ടീം ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ഓൾഡ് ബട്ട് ഗോൾഡ് എന്ന ക്യാപ്ഷൻ നൽകിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരമായ ജോസു. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ചെറിയൊരു കാര്യം പറയാം. നിങ്ങളിൽ വീഡിയോ കണ്ടുപോകുന്ന 93% ആളുകളും ഇപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചും ISLനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.